ഹലോ സ്റ്റുഡൻസ്, ഫോർത്ത് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന ഒരു ടോപ്പിക്ക് ഫോർത്ത് മോഡ്യൂളുണ്ട്. അതാണ് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിമാൻഡ് അല്ലെങ്കിൽ സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് നോക്കാം. ഡിമാൻഡും സെയിൽസും രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണെന്ന് കരുതുക. ഡിമാൻഡ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഫോർകാസ്റ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗസ് ചെയ്യുക എന്നൊക്കെയാണ് ഈ ഫോർകാസ്റ്റിംഗിൻ്റെ മീനിങ് എന്ന് പറയാം. നമ്മൾ ഈ വെതർ ഫോർകാസ്റ്റിംഗ് നിങ്ങൾ കേട്ട് കാണല്ലോ, കാലാവസ്ഥ പ്രവചിക്കുന്ന ആ ഒരു സംഭവം. അപ്പോൾ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥ എന്തായിരിക്കും, അതാണ് ഈ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലാവസ്ഥയൊന്നുമല്ല നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, പകരം ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അതായത് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അടുത്ത മാസം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എത്ര യൂണിറ്റ്സ് വെച്ച് സെയിൽ നടക്കും, ആ സെയിൽസിന് തന്നെയാണ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് നടക്കും, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിന് എത്രത്തോളം സെയിൽസ് നടക്കും, അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിൽ ആ പ്രോഡക്റ്റിന് എത്ര യൂണിറ്റ്സിൻ്റെ സെയിൽസ് നടക്കും എന്നൊക്കെയുള്ള അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യണം. അതിനെയാണ് ഈ ഫോർകാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ്, ഫ്യൂച്ചറിലുണ്ടാകുന്ന സെയിൽസ് എങ്ങനെയാണെന്നാണ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. അത് മേ ബി നാളെ ഒരു ദിവസത്തെ ഫോർകാസ്റ്റ് ആയിരിക്കാം വേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചത്തെ ഫോർകാസ്റ്റ് ആയിരിക്കാം വേണ്ടത്, അല്ലെങ്കിൽ അടുത്തൊരു മാസത്തെ ഫോർകാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വർഷത്തെ ഫോർകാസ്റ്റ് ആയിരിക്കാം. അതെന്താണെന്നാൽ ആ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ആവശ്യം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഫോർകാസ്റ്റിൻ്റെ പീരീഡ് എന്താണെന്ന് വെച്ച് വരുന്നത്. അപ്പോൾ ചില കമ്പനീസ് 6 മാസം കഴിഞ്ഞുള്ള ആ പ്രോഡക്റ്റിൻ്റെ ഫോർകാസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത്. ചില കമ്പനീസ് നാളെ ആ പ്രോഡക്റ്റിന് എത്ര യൂണിറ്റ്സ് വെച്ച് സെല്ല് ചെയ്യും എന്ന ഫോർകാസ്റ്റിംഗ് ആയിരിക്കാൻ വേണ്ടത്. അപ്പോൾ അതെല്ലാം പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തും കമ്പനിയുടെ ആവശ്യം ഡിപ്പെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനുണ്ടാകുന്ന സെയിൽസ് എത്രത്തോളം സെയിൽസ് ആയിരിക്കും വരുന്നത് എന്നതിനെ പറ്റി ഉള്ള പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു സെയിൽസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്താൽ അത് നിർബന്ധമായും അത് കറക്റ്റായിട്ട് വരണം എന്നൊന്നുമില്ല. നമ്മളത് ഫോർകാസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആവാതെ വരിക എന്നതായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അടുത്ത മാസം 100 എണ്ണം വെച്ച് സെല്ല് നടക്കുമെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്താലും ചിലപ്പോൾ ആ പ്രോഡക്റ്റ് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് 50 എണ്ണേ ചിലപ്പം സെയിൽസ് നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്കത് അത്ര ആക്യുറേറ്റ് ആയിട്ടൊന്നും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. എന്നാലും ചെറിയ ഒരു ആക്യുറസിയിൽ വെച്ച്, അല്ലെങ്കിൽ ചെറിയൊരു ഗസ്സിങ് വെച്ച്, ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് 100% ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടല്ല ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 100% ശരിയാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നും പറയാം. എന്നാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഈ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം അടുത്ത മാസം ഒരു പ്രോഡക്റ്റ് എത്ര യൂണിറ്റ്സ് സെയിൽ നടത്തും എന്ന് ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഫോർകാസ്റ്റ് ചെയ്യുന്ന നമ്പർ വച്ചിട്ട് ഇവർക്ക് ആ പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ കാർഡ്സ്, ടാറ്റയുടെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള മോഡൽ എന്ന് പറയുന്നത് നെക്സോൺ എന്നാണ്. അതാണ് ഏറ്റവും കൂടുതൽ സെയിൽസ്. അപ്പോൾ ഈ നെക്സോൺ കാറ് ഒരു മാസം ഇപ്പോഴത്തെ നില വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ മാസവും ഒരു 12,000 മുതൽ 14,000ഓളം നെക്സോൺ കാർസ് എല്ലാ മാസവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അടുത്ത മാസം ഈ നെക്സോൺ എന്ന് പറയുന്ന മോഡലിന് എത്രത്തോളം സെയിൽസ് വരും എന്ന് അവർക്ക് തന്നെ അറിയാമായിരിക്കും. ഒരുപക്ഷെ അടുത്ത മാസം തന്നെ ആവണമെന്നില്ല, അടുത്ത 2-3 മാസം എന്തായിരിക്കും സെയിൽസ് എന്ന് ഏകദേശം ഒരു ഐഡിയ അവർക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ അടുത്ത 2-3 മാസത്തേക്കുള്ള ഫോർകാസ്റ്റ് എങ്ങനെയാണെന്ന് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ആ കാർ മാനുഫാക്ചർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ കാർ മാനുഫാക്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുള്ള കമ്പോണൻസ് എല്ലാം വേണം. ഇപ്പോൾ ഒരു കാർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എഞ്ചിൻ വേണം, ഗിയർ ബോക്സ് വേണം, ബാക്കി ചെറിയ ചെറിയ കമ്പോണൻസ്, നട്ട് ബോൾട്ട് സ്ക്രൂ മുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ഈവൻ ഇലക്ട്രോണിക് കമ്പോണൻസ്, പ്രൊസസ്സർ, മ്യൂസിക് സിസ്റ്റം, ടയർ, അങ്ങനത്തെ കമ്പോണൻസുകളെല്ലാം വേണം. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി വെച്ച് വേണം എന്ന് നോക്കിയിട്ട് അതിനെല്ലാം ഓർഡർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ടാറ്റ കാറിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എല്ലാം ടാറ്റ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല, കുറേയൊക്കെ പർച്ചേസ് ഐറ്റമാണ്. ഈ മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ടയർ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പർച്ചേസ് ഐറ്റമാണ്, പുറത്തുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വെച്ച് വേണ്ടി വരും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ച് മുൻകൂട്ടി ഓർഡർ കൊടുക്കാനൊക്കത്തുള്ളൂ. മുൻകൂട്ടി ഓർഡർ കൊടുത്താലും പിറ്റേന്ന് തന്നെ സാധനം കിട്ടണമെന്നില്ല. ആ കമ്പനി ഓർഡർ കിട്ടുന്ന കമ്പനി അതിനനുസരിച്ചുള്ള ടൈം എടുത്തായിരിക്കും ആ ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നത്. അതായത് ഓർഡർ സാധനങ്ങൾ ടാറ്റയുടെ കയ്യിൽ എത്തിക്കുന്നത്. അതുപോലെ തന്നെ കമ്പോണൻസ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ടാറ്റയ്ക്ക് ടൈം എടുക്കും. അതിനുള്ള റോ മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് വേണം ഈ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അടുത്ത മാസം എത്ര പ്രോഡക്ട്സ് സെയിൽസ് നടക്കും എന്നുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടിയാൽ മാത്രമേ മുൻകൂട്ടി അവർക്ക് ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് ഒക്കത്തുള്ളൂ.
അപ്പോൾ ഈ ടാറ്റ കാറുകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം എത്ര യൂണിറ്റ്സ് വെച്ച് വിൽക്കും എന്നുള്ള ഫോർകാസ്റ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ നടത്തുന്നത്. അവരിപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ആ മാസം എത്ര കാറുകളുടെ എണ്ണമായിരിക്കും എന്നുള്ള കണക്ക് കൂട്ടി വെച്ചിട്ടാണ് അവർ പ്രൊഡക്ഷനൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഷെഡ്യൂളിന് വേണ്ടിയൊക്കെയാണ് ഈ ഫോർകാസ്റ്റ് വാല്യൂ അവരുപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത മാസം എത്ര അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ എത്ര യൂണിറ്റ് വെച്ച് സെയിൽ നടക്കും എന്നുള്ള ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ഷനൊക്കെ ഷെഡ്യൂൾ ചെയ്യാനും റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഫോർകാസ്റ്റിങ്ങിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 2-3 മാർക്സിന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഞാൻ ഇത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഐഡിയ തന്നെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ സെയിൽസ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന സംഭവം 2 മെത്തേഡ്സാണുള്ളത്. അതായത് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാം, ഡിമാൻഡ് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ സെയിൽസ് എങ്ങനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാം. ബേസിക്കലി 2 മെത്തേഡാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്. ഇതിലാദ്യം നമുക്ക് ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനാണ് ഈ 2 എണ്ണം. അതിലാദ്യം നമുക്ക് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഒരു 4-5 എണ്ണമാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയാം. ഇത് മാത്രമല്ല വേറെയും മെത്തേഡ്സുകളുണ്ട്. ഞാൻ ഒരു 4-5 എണ്ണം മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു തന്നെ ഉള്ളൂ. ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് സെയിൽസ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റിൻ്റെ ഫോർകാസ്റ്റ് നടത്താൻ വേണ്ടിയാണ് ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം എത്ര പ്രോഡക്റ്റ്സ് വിറ്റു എന്നുള്ള സെയിൽസ് അതിൻ്റെ ഡാറ്റ ഒന്നും അവരുടെ കയ്യിലില്ല. കാരണം പുതിയൊരു പ്രോഡക്റ്റ് ആണല്ലോ. അല്ല, ആൾറെഡി അതിൻ്റെ സെയിൽസ് ഡാറ്റ കയ്യിലുണ്ട് എങ്കിൽ അതിനെ ബേസ് ചെയ്ത് അവർക്ക് ഫ്യൂച്ചറിൽ എത്ര സെയിൽസ് നടക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനത്തെ സെയിൽസ് ഹിസ്റ്ററി ഇല്ല എങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ കഴിഞ്ഞ മാസം എത്ര എണ്ണം വിറ്റു എന്നുള്ള കണക്കൊന്നും കാണത്തില്ലല്ലോ, പുതിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന് അടുത്ത മാസം എത്ര യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് എത്ര യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഉണ്ടാവും എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയുള്ള മെത്തേഡ്സാണ് ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെയിൽസ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ്. അപ്പോൾ അതിനകത്തെ ഈ ഡെൽഫി മെത്തേഡ് എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. ഇത് ഒരു പക്ഷേ എക്സൈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡിഫറെൻറ്റ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഡെൽഫി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയിലെ മാനേജർ ലെവലിലുള്ള ആൾക്കാർ ഒരു മീറ്റിംഗ് കൂടും. ഇതിനെപ്പറ്റി അറിയാവുന്ന എക്സ്പേർട്ട് ലെവലിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ മീറ്റിംഗ് കൂടും. അവർ ആ കമ്പനിയിലുള്ള ആൾക്കാർ മാത്രമായിരിക്കത്തില്ല, ആ ഇൻഡസ്ട്രിയിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പേർട്സുകളെയും കൂടെ പുറത്തുനിന്നുള്ള ആൾക്കാരെയും കൂടെ അവർ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് പുറത്തുനിന്നുള്ള ആൾക്കാരും കമ്പനിയിലുള്ള എക്സ്പേർട്സും കൂടിയിരുന്ന് ഒരു മീറ്റിംഗ് പോലെ ഇങ്ങനെ കൂടും. അപ്പോൾ മീറ്റിങ്ങിൽ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യും, ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം നമുക്കതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം കഴിഞ്ഞൊരു ദിവസം പുതിയൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെ ലോഞ്ച് ചെയ്തെന്ന് പറയാം. നത്തിങ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, അത് പുതിയ ബ്രാൻഡാണ്. ഈ നത്തിങ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഇതിന് മുമ്പുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് TWS ബ്ലൂടൂത്ത് ഇയർഫോൺ, അത് മാത്രമാണ് അവർ പ്രോഡക്റ്റായിട്ട് ഇറക്കിയത്. അല്ലാതെ സ്മാർട്ട് ഫോൺ അവർ ആദ്യമായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ബ്രാൻഡാണെന്ന് പറയാം നത്തിങ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലാണ് പ്ലാന്റ്, അവിടെയാണ് അതിൻ്റെ അസംബ്ലി എല്ലാം നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഫോർകാസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തൊരു 3 മാസം കൊണ്ട് എത്ര സ്മാർട്ട് ഫോൺസ് അവർക്ക് വിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അടുത്തൊരു 6 മാസം കൊണ്ട് എത്ര സ്മാർട്ട് ഫോൺസ് അവർക്ക് വിൽക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയൊരു ഐഡിയ അവർക്ക് ആദ്യമേ ഉണ്ടാവണം. അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസും സ്പെയർ പാർട്സും എല്ലാം അവർക്ക് അറേഞ്ച് ചെയ്യാനൊക്കത്തുള്ളൂ. ഈ സ്പെയർ പാർട്സുകളെല്ലാം മിക്കവാറും ചൈനയിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ഡിസ്പ്ലേ ആയിരുന്നാലും അല്ലെങ്കിൽ പ്രൊസസ്സർ ആയിരുന്നാലും ഈ ക്യാമറ സെൻസറൊക്കെ ആണെങ്കിൽ ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എത്ര യൂണിറ്റ്സ് വെച്ച് അടുത്തൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം എത്ര യൂണിറ്റ്സിൻ്റെ സെയിൽസ് നടക്കും എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കമ്പോണൻസിനെല്ലാം ഓർഡർ കൊടുത്ത് വരുത്താനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രീവിയസ് സെയിൽസ് ഹിസ്റ്ററി ഒന്നുമില്ല. കാരണം ഒരു പുതിയൊരു ബ്രാൻഡാണ്, പുതിയൊരു പ്രോഡക്റ്റാണ് നടക്കുന്നത്. അപ്പോൾ പ്രീവിയസ് സെയിൽസ് ഹിസ്റ്ററി ഒന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെൽഫി മെത്തേഡ് എന്ന ആ ഒരു ഇതിൽ അവർ മീറ്റിംഗ് കൂടും. കമ്പനിയിലുള്ള എക്സ്പേർട്സും പുറത്തുനിന്നുള്ള എക്സ്പേർട്സും ഒക്കെ ചേർന്ന് മീറ്റിംഗ് കൂടിയിട്ട് അവർ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് പുതിയൊരു ബ്രാൻഡാണ്, അപ്പോൾ പുതിയൊരു ബ്രാൻഡ് പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻ റെസ്പോൺസ് എങ്ങനെയായിരിക്കും,
ഇത് ഏത് പ്രൈസ് സെഗ്മെൻറ്റിലാണ് ഒരു ഫോൺ നടക്കുന്നത്, ഒരു ഫോണിൻ്റെ പ്രൈസിങ് 32,000 എന്തോ ആണ്. അപ്പം 30,000 സെഗ്മെൻറ്റിൽ മറ്റ് കമ്പനീസിൻ്റെ ഫോൺസ് ഏതൊക്കെയാണുള്ളത്, മറ്റ് കമ്പനീസിൻ്റെ ഫോൺസിനുള്ള സെയിൽസ് എങ്ങനെയൊക്കെയാണ്, ആ സെയിൽസ് ആ കമ്പനികൾക്ക് കിട്ടുന്നതിൻ്റെ റീസൺ എന്തൊക്കെയാണ്. അപ്പോൾ അതേ ഫീച്ചേഴ്സിന് നമ്മളും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എത്രത്തോളം സെയിൽസൊക്കെ ഉണ്ടാകും എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ട് അവർ ഡിസ്കസ് ചെയ്യും. അത് ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കാര്യമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരൊരു സെയിൽസ് ഫിഗറിലോട്ട് എത്തിച്ചേരും. അതായത് അടുത്തൊരു 3 മാസം കൊണ്ട് മേ ബി 1,00,000 ഫോൺസ് വിൽക്കാൻ ആണ് എന്നുള്ള ഫോർകാസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അടുത്തൊരു 6 മാസം കൊണ്ട് 1,00,000 ഫോൺസ് വിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ആ ഒരു വാല്യൂയിലോട്ട് അവരെത്തിച്ചേരും. അപ്പോൾ ആ വാല്യൂ കിട്ടി, 1,00,000 എന്ന് പറയുന്ന ആ വാല്യൂ കിട്ടിയാൽ അതിനെ ബേസ് ചെയ്തായിരിക്കും അവർ ബാക്കി പ്രൊഡക്ഷനെല്ലാം അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്യുന്നതും അത് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, മെഷീനറിയൊക്കെ അറേഞ്ച് ചെയ്യുന്നതും, ലേബേഴ്സിനെ അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇതെല്ലാം നടത്തുന്നത് ഈ ഒരു ഫോർകാസ്റ്റ് വെച്ചിട്ടാണ്. 1,00,000 ഫോൺസ് അടുത്തൊരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് വിൽപ്പന നടത്തണമെങ്കിൽ അത്രയും ഫോൺസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു വാല്യൂവിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി അവർ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 1,00,000 അടുത്തൊരു 6 മാസം കൊണ്ട് 1,00,000 യൂണിറ്റ്സ് സെയിൽ നടത്താൻ പറ്റും എന്ന് അവരെങ്ങനെയാണ് ആ ഫിഗറിലോട്ട് എത്തിച്ചേർന്നത്, 1,00,000 എന്ന ഫിഗറിലോട്ട് എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൂടെ അവരെങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫോർകാസ്റ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് പ്രീവിയസ് സെയിൽസ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഡെൽഫി മെത്തേഡ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർവേ നടത്തും, ക്വസ്റ്റ്യനുകളൊക്കെ കൊടുത്തത് ഒരു ഷീറ്റ് പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിരിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോൺസിൻ്റെ കേസ് തന്നെയാണെങ്കിൽ കുറേ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിരിക്കും. ഇങ്ങനെ ഒരു പുതിയ ബ്രാൻഡിൽ നിന്ന് ഇന്ന ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കായിരിക്കും ആ സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കാൻ സാധ്യതയുള്ളൂ, അങ്ങനെ ഒരു പുതിയ ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ തന്നെ സാധ്യതയുണ്ടോ, അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ എത്രത്തോളം ക്യാഷ് നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഫീച്ചേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും എന്നതിനെ അങ്ങനത്തെ കുറേ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ കാണും. എന്നിട്ട് അവർ അതിന് ഡാറ്റ കളക്ട് ചെയ്യും, ഓരോ ആൾക്കാർക്ക് കൊടുക്കും. മിക്കവാറും അത് കോളേജ് സ്റ്റുഡൻസിന് കുറേ സാമ്പിൾസ് കൊടുക്കും. IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അവർ സർവേ നടത്തിയിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കി അതിനനുസരിച്ച് അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അതിൽ ചോദിക്കും, ഇങ്ങനെ ഒരു പുതിയ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഫോൺസ് പുതിയൊരു കമ്പനിയിൽ നിന്ന് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പം മിക്ക ആൾക്കാരും പർച്ചേസ് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഫോർകാസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ സർവേ ഒക്കെ നടത്തി ഫോർകാസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ സെയിൽസ് എത്രയാണെന്ന് വളരെ കാര്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കടയിൽ നിൽക്കുന്ന സെയിൽസ്മാനാണ്. കാരണം സെയിൽസ്മാൻ അറിയാം ഏതൊക്കെ ഫീച്ചേഴ്സാണ് ആൾക്കാർക്ക് വേണ്ടത്. ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ കേസ് തന്നെയാണെങ്കിൽ ആ കടയിലെ ആൾക്കാർ കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കുമ്പോൾ ഏത് ഫീച്ചേഴ്സാണ് കസ്റ്റമേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രൊസസ്സറിനാണോ ക്യാമറയ്ക്കാണോ ബാറ്ററിക്കാണോ, ആ ഒരു ബ്രാൻഡ് ഒരു പുതിയ ബ്രാൻഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പുതിയൊരു ബ്രാൻഡ് വരികയാണെങ്കിൽ വിൽക്കാൻ സാധിക്കുമോ എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കടയിൽ നിൽക്കുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെയിൽസ്മാനാണ്. അപ്പോൾ ആ സെയിൽസ്മാൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി കാര്യങ്ങൾ ചോദിച്ചാൽ അയാൾക്ക് അറ്റ്ലീസ്റ്റ് ആ കടയിൽ ഇപ്പോൾ അടുത്തൊരു മാസം അല്ലെങ്കിൽ അടുത്ത 2 മാസം കൊണ്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം വിൽപ്പന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അങ്ങേർക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ ഒരുപാട് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഫോർകാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഒരു രീതിയാണ് ഈ ഷോപ്പ് കീപ്പേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് അവരുടെ ഇൻപുട്ട് ബേസ് ചെയ്ത് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് സാധാരണ ഈ ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ പുതിയ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുമ്പോൾ ബൈക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ കാറൊക്കെ ആയിരുന്നാലും പുതിയ മോഡൽസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. കാരണം അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാർക്കറിയാം ഒരു പർട്ടിക്കുലർ മോഡൽ ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ഇന്ന കാറ്റഗറിയിലുള്ള സെഗ്മെൻറ്റിലുള്ള വെഹിക്കിൾ വരികയാണെങ്കിൽ അതിന് എത്രത്തോളം സെയിൽസ് നടക്കും എന്ന് അവർക്ക് ഏകദേശം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർ ഫോർകാസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ അതാണ് ഈ സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഒപ്പീനിയനും ഈ സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ സെയിൽസ്മാൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് പകരം മാനേജർ ലെവലുള്ള ആ കമ്പനിയിൽ തന്നെയുള്ള മാനേജർ ലെവലുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും ഒപ്പീനിയൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും. ഈ സെയിൽസ്മാൻ എന്ന് പറയുന്നത് കമ്പനിക്ക് പുറത്തുള്ള ആളാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള രീതിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ പോയിന്റിലായിരിക്കും അയാൾ സംസാരിക്കുന്നത്. പക്ഷേ എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരാണ്, മാനേജറിലുള്ള. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഡെപ്തായിട്ട് കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ അതിന് മാത്രമല്ല കൂടുതൽ അറിവും ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻപുട്സ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്ന് പറയും. പിന്നെ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് റിസൾട്ട് എന്ന് പറയുന്ന സംഭവം. ഈ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പുതിയൊരു പ്രോഡക്റ്റ് ആയിരിക്കാം.
അപ്പോൾ അതിൻ്റെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഡാറ്റയൊന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ചെറിയ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്ലേസിൽ ചെറിയൊരു മാർക്കറ്റിൽ മാത്രമായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ട് അവിടത്തുള്ള ആൾക്കാരുടെ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കും. കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അധികം സെയിൽസ് കിട്ടാതിരിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയുള്ള സ്റ്റഡി അവർ നടത്തും. ഏതെങ്കിലും ചെറിയ ലൊക്കേഷനിൽ മാത്രം ലോഞ്ച് ചെയ്തിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് എടുക്കും. ആ റെസ്പോൺസിനെ ബേസ് ചെയ്ത് അവർ ബാക്കി ഫോർകാസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. ആ ഒരു രീതിയാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതർ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തത് എനിക്ക് തോന്നുന്നു ആദ്യം ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയിലാണ് അവർ ലോഞ്ച് ചെയ്തത്. ബാംഗ്ലൂരിലുള്ളവർക്ക് മാത്രമേ അന്ന് ആ സമയത്ത് ആ വണ്ടി കൊടുത്തോളൂ. അപ്പോൾ അതൊരു ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് മാത്രം വർക്കുകൾ കൊടുത്തിട്ട് അവിടുത്തെ റെസ്പോൺസ് എങ്ങനെയാണ്, അവിടുത്തെ ഡിമാൻഡ് എങ്ങനെയാണ് എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള സിറ്റീസിലോട്ട് അവർ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഡാറ്റ ഓൾറെഡി അറിയാം. ഇന്ന സിറ്റീസിൽ എത്രത്തോളം കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ പറ്റിയുള്ള ഡാറ്റ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സെറ്റപ്പ് നടത്തിയിട്ടാണ് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ചെറിയൊരു മാർക്കറ്റിൽ മാത്രമായിട്ട് ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കുക. അതിനെ ബേസ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ഡാറ്റ കളക്ട് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഈ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ എറർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമ്മൾ ഈ ഫോർകാസ്റ്റ് ഒക്കെ ചെയ്താലും അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല മനുഷ്യരാണ് ഈ സെയിൽസ് ഫോഴ്സ് എസ്റ്റിമേറ്റ്, എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഡെൽഫി മെത്തേഡ്, അല്ലെങ്കിൽ സർവേ മെത്തേഡ് എല്ലാം മനുഷ്യരാണ് അതിൻ്റെ ഇൻപുട്സ് കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റിലയബിളാണ് ഈ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയാനൊക്കത്തില്ല. ഒരുപാട് വലിയ രീതിയിലുള്ള മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെയിൽസ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിലോട്ട് കടക്കാറുള്ളൂ. എന്തെങ്കിലും ഒരു സെയിൽസ് ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ ആ സെയിൽസ് ഹിസ്റ്ററി ഉപയോഗിച്ച് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. മാത്സിൻ്റെ ബേസ് അനുസരിച്ച് ഉപയോഗിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചാണ് ഇതിൽ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ സെയിൽസ് ഹിസ്റ്ററി ഉണ്ട്. അതായത് സെയിൽസ് ഡാറ്റ പ്രീവിയസ് മന്തിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെയൊക്കെ സെയിൽസ് ഡാറ്റ ആളുടെ കയ്യിലുണ്ട്. ആ സെയിൽസ് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും അവർ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. 100% ശരിയാവും, 100% ആക്യുറേറ്റ് ആവും എന്നല്ല പറയുന്നത്. പക്ഷേ മറ്റുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ആക്യുറസി കൂടുതലുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സാണ്. അപ്പോഴും സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. ഉറപ്പായിട്ടും ഫോർകാസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല. എന്നാലും ആ ഫോർകാസ്റ്റിംഗ് കറക്റ്റ് ആവാനുള്ള സാധ്യതയുള്ള മെത്തേഡ്സാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൻ്റെ ബേസിലാണ്, സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ ബേസിലാണ് അവർ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് ഇവിടെ 4 ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.